മറ്റൊന്ന് നമുക്ക് പടത്തിൻ്റെ മറ്റ് കഥയുടെ അംശങ്ങളിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു സാമൂഹിക ഇടപെടൽ ഇതിലുണ്ട്. പക്ഷെ ആ സാമൂഹിക ഇടപെടൽ പോലും കഥ അവസാനിപ്പിക്കുമ്പോഴേക്ക് പ്രേക്ഷകനെ വിട്ടുകൊടുക്കുന്നൊരവസ്ഥയിലേക്കാണുള്ളത്. നിങ്ങൾ കൃത്യമായി ഇതിലൊന്നും പറയുന്നില്ല. സിറ്റുവേഷൻസ് കൃത്യമായി പറഞ്ഞതിന് ശേഷം പ്രേക്ഷകനിൽ എറിഞ്ഞു കൊടുക്കുന്ന അത്തരമൊരു രീതി, ഒരു കമ്മ്യൂണിക്കേഷൻ രീതി അവലംബിക്കാൻ എന്തായിരുന്നു കാരണം? മുകുന്ദേട്ടൻ്റെ നോവലുകളില്ലേ, അതിലേക്കാണ് ഞാൻ വരുന്നത്. മുകുന്ദേട്ടൻ്റെ നോവലുകളിൽ സൊല്യൂഷൻ ഉണ്ടാവില്ലല്ലോ, പ്രോബ്ലമാണ് കാണിച്ചു തരിക, എന്നിട്ട് നമ്മളെ ചിന്തിപ്പിക്കുക ചെയ്യുക. നമുക്ക് അത്രേ പറ്റുള്ളൂ. ഈ ലോകത്ത് എല്ലാത്തിനും സൊല്യൂഷൻസ് ഇല്ല. സൊല്യൂഷൻസ് നമ്മൾ ഓരോരുത്തരായി ആലോചിച്ച് സൊല്യൂഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ മനസ്സിലാണ് നന്മ ഉണ്ടാവേണ്ടത്. നന്മയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറും. അല്ലാണ്ട് ഒരു നായകൻ വന്ന് അടിച്ചുകൊണ്ട് ലോകത്തിലെ പ്രശ്നങ്ങൾ തീരില്ല. നായകന് പ്രശ്നങ്ങൾ അവിടെ നിന്ന് തുടങ്ങുകയുള്ളൂ, പോലീസ് വരില്ലേ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നന്മയാണ്. അത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഭീകരത എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവില്ല. അത് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ പടങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ പൊതുവേ എപ്പോഴും നടക്കാറുള്ളതാണ്. അതിൽ തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ നിന്നും തിര എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത ചിത്രത്തിലേക്ക്, ഒരുപക്ഷെ ഒരു ലവ് സ്റ്റോറിയിൽ നിന്നും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ചിത്രത്തിലേക്ക് എത്തുമ്പോഴും വിനീത് ശ്രീനിവാസനിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്നാൽ ഒരു ഡയറക്ടറിൽ, ഒരു ഫിലിം മേക്കറിൽ വന്ന മാറ്റങ്ങൾ. അല്ല, ഓരോ സിനിമയ്ക്കനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെ പറയുക, എനിക്ക് തട്ടത്തിൻ മറയത്ത് ചെയ്ത ഞാനാണ് ശരിക്കുള്ള എൻ്റെ ഒരു സെൽഫ് കൂടുതൽ വന്നിട്ടുള്ളത് അതിലാണ്. എൻ്റെ ചോയ്സ് ഓഫ് ഷോട്ടുകൾ, എനിക്കിഷ്ടമുള്ള മ്യൂസിക്, എനിക്ക് പറയാൻ ഇഷ്ടമുള്ള ഫീലിലുള്ള കാര്യങ്ങൾ, സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റായിട്ടുള്ള ഹ്യൂമറിലുള്ള, അതാണ് എൻ്റെ ഒരു ബേസിക് നേച്ചർ. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്വിച്ച് ചെയ്തത് ഈ പടത്തിലാണ്. ഓരോ ചിന്ത വരുമ്പോഴും ഇല്ല, ഇതെൻ്റെ ചിന്തയാണ്, ഇതല്ല വേണ്ടത്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അത് ഇതിൻ്റെ എഡിറ്റ് പാറ്റേണിൽ വന്നിട്ടുണ്ട്, ഇതിൻ്റെ മ്യൂസിക്കിൽ വന്നിട്ടുണ്ട്. ഞാനും ഷാനും കൂടെ ഞങ്ങളുടെ ചില ഫേവറേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, എല്ലാ സ്ഥലത്തും കയറി വരും അത് തട്ടത്തിൻ മറയത്തിലൊക്കെ. അത് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ ചോയ്സസ് എന്താണോ അത് മാറ്റി വെച്ചിട്ട് സിനിമയ്ക്ക് വേണ്ട ചോയ്സസ് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ പടം പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്താണോ വിനീത് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ടീം ഉദ്ദേശിച്ചത്, അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പടം അവസാനിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് വിലയിരുത്തൽ? അത് പ്രേക്ഷകർ പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ സിനിമ നല്ല ബിലീഫോട് കൂടി തന്നെയാണ് ചെയ്തത്. നല്ല ഉദ്ദേശമുള്ളൊരു സിനിമയാണെന്ന് നമുക്കറിയാം. അതെ, ഇപ്പോൾ തിയേറ്ററിൽ ചെറുപ്പക്കാരാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്, കുടുംബ പ്രേക്ഷകർ വരുന്നേ ഉള്ളൂ. പക്ഷേ ഫാമിലി ഓഡിയൻസ് വരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത് ഫാമിലി കാണേണ്ട ഒരു ആവശ്യവും കൂടെ ഉണ്ട്. ഈ ചിത്രത്തിൻ്റെ അവസാനത്തോടേക്ക് പോകുന്ന സമയത്ത് തെളിവുകൾ ലഭിക്കുകയും ഈ തെളിവുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ശോഭന ഒടുവിലത്തെ ലാസ്റ്റ് ഷോട്ടിലേക്ക് എത്തുമ്പോൾ അമർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പക്ഷേ പ്രേക്ഷകനെ ഒരു മുൾമുനയിൽ നിർത്തിയിട്ട് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സൊല്യൂഷൻ പ്രേക്ഷകൻ കണ്ടെത്തണം എന്ന് പറയുന്ന രീതിയിൽ അവസാനിപ്പിക്കുകയും പുതിയ കഥാതന്തു ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. ഇത്തരം ഒരു രീതി അവലംബിക്കാൻ കാരണം എന്താ? രണ്ടാം ഭാഗത്തിൻ്റെ ഒരു സൂചന നൽകുക തന്നെയായിരുന്നു ഉദ്ദേശം. കാരണം തിര, അത് അമർ എന്നുള്ളത് കഴിഞ്ഞ ഉടനെ വരുന്നത് തീരാതെ നീളുന്ന എന്നുള്ള ലിറിക്കാണ്. ആ പാട്ടിലാണ്. ഇത് തീരാതെ നീളുകയാണ്, എല്ലാം തീരാതെ നീളുകയാണ്. തീരാതെ നീളുകയാണ്, ക്രൈം, ഹ്യൂമൻ ട്രാഫിക്കിംഗ് തീരാതെ നീളുകയാണ്. അതിനെതിരെയുള്ള ഫൈറ്റും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ സിനിമ അങ്ങനെ തന്നെയാണ്. അപ്പം രണ്ടാം ഭാഗത്തിൽ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം, എങ്ങനെ പ്രതീക്ഷിക്കാം? ഉടനെ ഇല്ല എന്തായാലും. കാരണം രണ്ടാം ഭാഗം ചെയ്യണമെങ്കിൽ ഞാനും ഇതിൻ്റെ റൈറ്ററും ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ടൊന്ന് കുറച്ചുകൂടി പ്രിപ്പയർഡ് ആവാനുണ്ട്, കുറച്ചുകൂടി മെച്ചുവേർഡ് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനേക്കാൾ നല്ലൊരു സിനിമയായിരിക്കണം അത്. അപ്പോൾ അത് കുറച്ചുകൂടെ സമയം എടുത്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനിടയിൽ ചിലപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യും. പക്ഷേ അടുത്ത വർഷം ഫുൾ ബ്രേക്കാണ്, ഡയറക്ഷൻ ഇല്ല. അഭിനയം ഉണ്ടാവും ഇടയ്ക്ക് ചെറുതായിട്ട്. മറ്റൊന്ന്, വിനീതിനെ എക്കാലത്തും സപ്പോർട്ട് ചെയ്ത വിനീത് ചലച്ചിത്ര ലോകത്ത് എത്തിയതിന് ശേഷം നല്ല പിന്തുണ മലയാളികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, മലയാളി പ്രേക്ഷകരിൽ നിന്ന്.